ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ 2026 ജനുവരി 7-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഈ ഒരു 7 ദിവസത്തെ വിശേഷങ്ങൾ പറയാമെന്ന് കരുതി വന്നതാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത് വീട്ടിൽ വന്ന അതിഥികൾ എന്ന് പറയുന്നത് ഇക്കയുടെ വലിയ മൂത്താപ്പൻ്റെ രണ്ടാമത്തെ മോള്, മരുമകൾ, അവരുടെ മക്കൾ, അങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വലിയ സിസ്റ്റർ 2 മക്കളും ഹാദിയാമി എന്ന് പറയും. അപ്പോൾ അവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഹസനത്ത് ഇന്നലെ മക്കയിലേക്ക് ഉംറക്ക് പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ, സിസ്റ്റർ, മൂത്തമ്മ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഒരു ന്യൂ ഇയറിൽ കുക്കിംഗ് എന്ന് പറയുന്നത് കുറേ വെറൈറ്റീസ് ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഉപ്പുമാവ്, ദോശ, അതുപോലെ പുട്ട്, ചപ്പാത്തി, പൊറോട്ട ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ ചിക്കന്, മട്ടന്, ബീഫ്, മത്തി, കോര ഇതൊക്കെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ വൈകിട്ട് എന്നും ചപ്പാത്തി തന്നെ ഉണ്ടാക്കുക. പിന്നെ കഴിഞ്ഞ സൺഡേ വെച്ചത്. ഓക്കെ, പിന്നെ 2-ാം തീയതി എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ MyCV പോയിട്ട് ലാംഗ്വേജ് ഒന്ന് ക്ലിയർ ആക്കും. പിന്നെ ജേണൽ വർക്ക് ഓരോ ദിവസം ചെയ്യും. ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം ഏകദേശം ഒരു 1400ഓളം ക്ലയൻസിനെ വിളിച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്നും ഇന്നും ഇന്നലെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈം അതിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഈ ഒരു വർഷം ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ചെയ്തൊരു ജേണൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വാളിൽ പേസ്റ്റ് ചെയ്യുക, കണ്ടോ, ഓരോ ബാഗ് തുന്നി പിടിപ്പിച്ചത്, അത് മോള് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഓരോ പല ഐറ്റംസ്. പിന്നെ ഇതെൻ്റെ ഫോട്ടോ ആണ്. ഇത് ഞാനൊക്കെ മോളും ഉള്ള ഫോട്ടോ. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് ചെയ്തൊരു വർക്കാണ്. പിന്നെ വെള്ളാരങ്കല്ല്, ഇത് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അവിടെ ഭാരതപ്പുഴയിൽ നിറയെ വെള്ളാരങ്കല്ലുണ്ട്. അന്ന് പോയപ്പോൾ എടുത്തിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഈ ഒരു ഫ്ലവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇന്നും ഇന്നലൊക്കെ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ഷോക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. ഇനി റമദാനല്ലേ വരുന്നത്. അപ്പോൾ നനച്ചൊളി പരിപാടിയൊക്കെ ഇന്നലയായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലൊക്കെ ഇത് കഴുകി വൃത്തിയാക്കി വെക്കലായിരുന്നു മെയിനായിട്ട് പരിപാടി. ഇതിൽ ഗ്ലാസ്, ബൗള്, ഐസ്ക്രീം ബൗള്, പിന്നെ പ്ലേറ്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മീഷോ ഒന്ന് വരുത്തിച്ചൊരു ഹെയർ മാസ്കാണ്, മുടി സ്മൂത്തനിങ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ആണ്. അത് മീഷോ ഒന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 7 മണിക്ക് കിച്ചണിൽ കയറിയിട്ട് ചോറുണ്ടാക്കി. അതുപോലെ ഉപ്പുമാവ്, പിന്നെ രാവിലെ തന്നെ പോയിട്ട് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കറി വെച്ച്. വെജിറ്റബിളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും, പിന്നെ അതിലേക്ക് മത്തി മുളകിട്ട കറിയും, ലഞ്ചിന് തന്നെ മത്തി മുളകിട്ട കറി, പപ്പടം, ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ അലക്കിയിട്ടു. ഡ്രസ്സ് ഇപ്പോൾ ഞാൻ അധികം എപ്പോഴും പുറത്താണ് ഉണക്കാറുള്ളത്. പിന്നെ ഇത് ഇക്ക ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വാൾപേപ്പറാണ്, സ്റ്റോൺ വർക്കുള്ള. പിന്നെ മിഞ്ഞാന്ന് ഇക്ക മേടിച്ച അല്ലൻസൊള്ളിയിൽ നിന്ന് 2 ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. $2299 ഷർട്ടോ. ഇതിന് ഏകദേശം 1999 അല്ലൻസൊള്ളിൻ്റെ തന്നെയാണ്, ബ്രാൻഡഡ് ഷർട്ടാണ്. പിന്നെ ഇത് മോളൊരു ടീഷർട്ടായിരുന്നു, എൻ്റെ ബ്രദർ കൊണ്ടുവന്നൊരു ടീഷർട്ട്. ഇതൊക്കെ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് അടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി വെച്ചതാണ്. ഇതിലെ ഉള്ളിൽ ഒരു സ്വാബൊക്കെ കുത്തി നിറക്കാനുണ്ട്. പിന്നെ ഇന്നലെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി വെച്ചതാണ് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ചെമ്മാട് പോയിട്ടുണ്ടായിരുന്നു. ചെമ്മാട് പോയിട്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കനറ ബാങ്ക്, ഫേമസ് ബേക്കറി, അവിടെ പോയിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച്, പിന്നെ പിക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്ത്. അത് കഴിഞ്ഞ് ബട്ടൺ ഹൗസിൽ പോയിട്ട് കുറച്ച് നൂലൊക്കെ മേടിച്ചു. ഹാൻഡ് എംബ്രോയിഡറിങ്ങിനുള്ള നൂല് വേറെ മേടിച്ചിട്ടുണ്ട്. പിന്നെ സൂചി, ഇതിൽ പലതരം സൂചികൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇന്ന് മീഷോന്ന് വന്നതാണ്, ഫാബ്രിക് ചെയ്യാൻ വേണ്ടിയിട്ട്, ജേണൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. മീഷോന്ന് കിട്ടിയൊരു മീഷോ വൗച്ചർ 1000 റുപ്പീസ്. ഓക്കെ, പിന്നെ പുതിയ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല. ഈ ഒരാഴ്ചക്കത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.